നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെള്ളയിൽ ഫിഷിംഗ് ഹാർബറിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റി യോഗം ചേർന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. അനധികൃത പാർക്കിംഗ് നിയന്ത്രിക്കാൻ പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്താനും ഹാർബറിൽ ഉപേക്ഷിച്ച മത്സ്യബന്ധന യാനങ്ങൾ പൊളിച്ചു നീക്കാനും യോഗം തീരുമാനിച്ചു. മത്സ്യബന്ധന യാനങ്ങളിലെ വലയും മറ്റു അനുബന്ധ ഉപകരണങ്ങളും സൂക്ഷിക്കാൻ ഷെഡ് നിർമ്മിക്കുന്നത് അടുത്ത വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഹാർബർ പരിസരത്ത് ലഹരി ഉപയോഗവും സാമൂഹിക വിദഗ്ധരുടെ ശല്യവും തടയാൻ പ്രാദേശിക സമിതികൾ രൂപീകരിക്കുകയും പോലീസ് പട്രോളിംഗ് ശക്തമാക്കുകയും ചെയ്യും. കുടിവെള്ള കണക്ഷൻ ഉടൻ പൂർത്തിയാക്കുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. യോഗത്തിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ P. അനീഷ്, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയദീപ്, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ, മത്സ്യഫെഡ് ജില്ലാ മാനേജർ, ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ജൈവ വിഭവങ്ങളെക്കുറിച്ചുള്ള നാട്ടറിവുകൾ ശാസ്ത്രീയമായി രേഖപ്പെടുത്താൻ പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കി. എല്ലാ വാർഡുകളിലും വളണ്ടിയർമാർ സർവേ നടത്തി കണ്ടെത്തിയ ജൈവ വൈവിധ്യങ്ങളുടെ വിശദ വിവരങ്ങളാണ് രജിസ്റ്ററിലുള്ളത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും പുതുതായി കണ്ടെത്തിയതുമായ ജീവജാലങ്ങളെ ഉൾപ്പെടുത്തിയാണ് പരിഷ്കരിച്ച രണ്ടാം ഭാഗം ഒരുക്കിയത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പ്രകാശനം നിർവഹിച്ചു. വെബ്സൈറ്റ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ KP മഞ്ജു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM കുട്ടികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് EV ഖദീജക്കുട്ടി, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാജി K. പണിക്കർ, KK പ്രകാശിനി, ഗ്രാമപഞ്ചായത്ത് അംഗം RC സിജു, സെക്രട്ടറി ND ജെയ്സൺ, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ V. ബാലകൃഷ്ണൻ, കോർഡിനേറ്റർ KK പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിൽ SSLC, +2 പരീക്ഷകളിലെ ഉന്നത വിജയികളെ ആദരിക്കാൻ വിജയാരവം 2025 സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പ് അവാർഡിൽ ജില്ലയിൽ 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്തിലെ ചെമ്പനോട ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരെയും ആദരിച്ചു. ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുനിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ചിപ്പി മനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ EM ശ്രീജിത്ത്, CK ശശി, VK ബിന്ദു, മെഡിക്കൽ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. പേരാമ്പ്ര ICDS പ്രോജക്റ്റിലെ ചക്കിട്ടപ്പാറ, ചങ്ങരോത്ത്, ചെറുവണ്ണൂർ, കായണ്ണ, കൂത്താളി, നൊച്ചാട്, പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തുകളിലെ അങ്കണവാടികളിൽ പാൽ വിതരണം ചെയ്യാൻ റീടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി ആഗസ്റ്റ് 7 ഉച്ചയ്ക്ക് 1 മണി. വിശദ വിവരങ്ങൾക്ക് 9496252032. പേരാമ്പ്ര ICDS പ്രോജക്റ്റിലെ അങ്കണവാടി സന്ദർശിക്കുന്നതിനും മറ്റ് ഓഫീസ് ആവശ്യങ്ങൾക്കുമായി 2025 സെപ്റ്റംബർ 1 മുതൽ 2026 ആഗസ്റ്റ് 31 വരെ ജീപ്പ് അല്ലെങ്കിൽ കാറ് വാടകയ്ക്ക് നൽകാൻ ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി ആഗസ്റ്റ് 12 ഉച്ചയ്ക്ക് 1 മണി. വിശദ വിവരങ്ങൾക്ക് പേരാമ്പ്ര ICDS ഓഫീസിൽ ലഭിക്കും. കായണ്ണ GHSS സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലേക്ക് ലാബ് ഉപകരണങ്ങൾ നൽകാൻ കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി ആഗസ്റ്റ് 7 വൈകിട്ട് 3 മണി. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വനിതകൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും സ്വയം തൊഴിൽ വായ്പ നൽകും. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18നും 55നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് 4 മുതൽ 5 വർഷം വരെ തിരിച്ചടവ് കാലാവധിയിൽ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പകൾ നൽകുക. 3 കോടി രൂപ വരെയുള്ള കുടുംബശ്രീ സ്വയം തൊഴിൽ വായ്പകൾ അതത് CDS ചെയർപേഴ്സൺ മുഖേന ജാമ്യരേഖയില്ലാതെയും അനുവദിക്കും. ബേപ്പൂരിലെ തമ്പി റോഡിൽ അഴുക്കുചാൽ പ്രവൃത്തി നടക്കുന്നതിനാൽ ആഗസ്റ്റ് 1 മുതൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതുവരെ ഭാഗിക ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
കോഴിക്കോട് മാത്ര കനറ ബാങ്കിന് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ 12 ദിവസത്തെ സൗജന്യ പേപ്പർ ബാഗ് ഫയൽ നിർമ്മാണ പരിശീലനം സംഘടിപ്പിക്കും. 18-നും 45-നും ഇടയിൽ പ്രായപരിധിയിലുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 4. വിശദ വിവരങ്ങൾക്ക് 9447276470. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.